ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ദമ്പതികളുടെ തമ്മിൽ ഉള്ളൊരു ലയം വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പോൾ ഇത് നടക്കാൻ പറ്റാത്ത ഇത് എന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞ് നമ്മൾക്ക് ഇതിന്ന് അവസാനിപ്പിക്കാം. അത് നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ പോയാൽ നമുക്കറിയാൻ പറ്റും. ആദാമിനും ഹവ്വയ്ക്കും എന്താ പറ്റിയത്? അവരുടെ വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ കോൺസിക്വൻസ് ആണ്, പ്രതിഫലമാണ് ഇന്ന് നമ്മളുടെ ജീവിതങ്ങളിൽ കാണുന്ന ആണുങ്ങളുടെ മേൽക്കോയ്മയും പെണ്ണുങ്ങളെ അടിമപ്പെടുത്തുന്ന ആ ഒരു കാര്യമൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾക്ക് ആ ഫോൾ ഓഫ് മാൻ, അന്ന് മനുഷ്യന് പറ്റിയ ആദമിനും ഹവ്വയ്ക്കും പറ്റിയ അബദ്ധത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്ന് വന്ന പാപത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ഡിഗ്നിറ്റി ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പോൾ ഭാര്യ പറയണം, എന്നെ വില മതിക്കുന്നുണ്ട്, ഭർത്താവിനൊപ്പം എനിക്ക് വിലയുണ്ട്, ഞാൻ വ്യത്യസ്തയാണ്, പക്ഷേ എൻ്റെ വില, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മനുഷ്യനാണല്ലോ, ആ മനുഷ്യൻ്റെ ആ വിലയുണ്ടെന്ന് പറയുമ്പോൾ ഈ നമ്മൾ എത്രത്തോളം റിഡീംഡാണ്, നമ്മളുടെ വിവാഹങ്ങളിൽ എത്ര രക്ഷ കടന്നു വന്നിരിക്കുന്നു. ദ മോർ വി ആർ റിഡീംഡ്, ആ മാരേജസ് ആർ റിഡീംഡ്, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എഫേർട്ട് ഇടാതെ തന്നെ നമ്മൾക്ക്, ഇപ്പോൾ ഭാര്യ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യണമെന്നും, ഭാര്യ ജോലിക്ക് പോകണം, ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഭാര്യ തന്നെ വീട്ടിലുള്ള എല്ലാ കാര്യവും ചെയ്യണം, അടിച്ചു വാരി തുടയ്ക്കണം, കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് ഭക്ഷണവും പാകം ചെയ്യണം എന്നൊന്നും എവിടെയും എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, ഈ കോൺസിക്വൻസിൻ്റെ, പാപത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇതിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വർഷാവർഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനൊരു വ്യത്യാസം വരുന്നത് നമ്മൾ ശരിക്കും ഭാര്യയ്ക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവളുടെ സ്വാതന്ത്ര്യവും അവൾക്കും റെസ്റ്റും ഒക്കെ വേണ്ട ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ നേർച്ചറിങ്ങും സ്ത്രീയുടെ ഒരു കപ്പാസിറ്റിയാണ്. അതിന് ഞാൻ ഓവർ റൈഡ് ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ഈക്വലായിട്ട്, ഇപ്പോൾ ചില കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഇതിന് ഒട്ടും ഒരു രണ്ടും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു, പക്ഷേ ഭർത്താവ് വന്നിട്ട് മക്കളുടെ കാര്യങ്ങളിലോ വീട്ടിലുള്ള കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ ഭർത്താവ് വെറുതെ ഇരിക്കുന്നു, ഭാര്യ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ചെയ്തിങ്ങനെ ആയാസപ്പെട്ട്, അത് ഒട്ടും ദൈവത്തിന് മുന്നിലൊരു നീതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം എത്ര നമ്മളുടെ വിവാഹത്തെ നമ്മൾ റിഡീംഡ് ആക്കുന്നു, രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾക്ക് ഈ ഒരു ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ചിന്ത വിവാഹ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ഡിഗ്നിറ്റി. അതേസമയം നമ്മൾ വ്യത്യസ്തരാണ്.